കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊല്ലം ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി. സഹകരണ മേഖലയെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും സഹകരണ മേഖലയിൽ ത്രിതല സംവിധാനം അട്ടിമറിച്ചതിലൂടെ സംസ്ഥാന സർക്കാരും അതേ നടപടി തന്നെയാണ് പിന്തുടരുന്നതെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് 37ാമത് കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്കും സമരമുഖങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ സഹകരണ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും സഹകരണ ബാങ്കിംഗ് മേഖലയുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനും ഭാഗമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു വലിയ ചിറ്റമ്മ നയമാണ് പ്രാഥമിക സഹകരണ സംഘത്തിലെ ജീവനക്കാരോട് സംസ്ഥാന ഗവൺമെന്റ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ കേരള ബാങ്ക്, അതാണ് ഞാൻ പറഞ്ഞത്, കൊമേഴ്സ്യൽ ബാങ്കുകൾക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന CPM ഗവൺമെന്റ് കേരള ബാങ്കിലെ ജീവനക്കാർക്ക് 10% DA കൊടുക്കുമ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന DA 5%. ഇരട്ട നീതിയല്ലേ, ഡുവൽ ജസ്റ്റിസ് അല്ലേ സത്യത്തിൽ? കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ സർവീസിൽ നിന്ന് പിരിയുന്ന സംസ്ഥാന സെക്രട്ടറി B പ്രേംകുമാർ, നിർവാഹക സമിതി അംഗം സുരേഷ് കുമാർ, മുൻ ഭാരവാഹികൾ എന്നിവരെ CR മഹേഷ് MLA ആദരിച്ചു. പുതുക്കാട്ട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു, തൊടിയൂർ രാമചന്ദ്രൻ, കല്ലട ഗിരീഷ്, യൂസഫ് കുഞ്ഞ്, RD പ്രകാശ്, ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ജില്ലാ പ്രസിഡന്റായി V ഓമനക്കുട്ടനെയും ജില്ലാ സെക്രട്ടറിയായി V ഗിരീഷ് കുമാറിനെയും ട്രഷററായി സാദിഖ് എന്നിവരെയും തിരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. സമ്മേളനത്തിനിടയിൽ UDF ജില്ലാ ചെയർമാൻ KC രാജന്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.